ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്റെ പേര് അശ്വിൻ എ. ആദ്യ പോയിന്റ് ഇതാണ്: ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? പരമേഷ് ശിവമണി. ആരാണ്? പരമേഷ് ശിവമണി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായി. ആരാണ്? പരമേഷ് ശിവമണി. പഠിച്ചു വയ്ക്കുക, പരമേഷ് ശിവമണി. ഒരു പേര് പഠിച്ചല്ലോ. രണ്ടാമത്തെ, വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ. എന്താണ്? വേൾഡ് സ്റ്റീൽ അസോസിയേഷന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തച്ചത്ത് വിശ്വനാഥ് നരേന്ദ്രൻ. ആരാണ്? തച്ചത്ത് വിശ്വനാഥ് നരേന്ദ്രൻ, TV നരേന്ദ്രൻ. തച്ചത്ത് വിശ്വനാഥ് നരേന്ദ്രൻ എന്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു? ലോകത്തെ തന്നെ വേൾഡ് സ്റ്റീൽ അസോസിയേഷന്റെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയായിട്ട് നിയമിച്ചത് ആരാണ്? അത് P വിജയനാണ്. ആരാണ്? P വിജയൻ. സംസ്ഥാനത്തെ ഇന്റലിജൻസ് മേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് P വിജയൻ. 3 പേരുകൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചേ? ആദ്യത്തെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ആരാണ്? പരമേഷ് ശിവമണി. ആരാണ്? പരമേഷ് ശിവമണി. വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ ചെയർമാൻ ആരാണ്? തച്ചത്ത് വിശ്വനാഥ് നരേന്ദ്രൻ. മൂന്നാമതായിട്ട് P വിജയൻ എന്താണ്? സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയാണ്. അടുത്ത പോയിന്റ് പഠിക്കാം. ടാറ്റ ട്രസ്റ്റ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നോയൽ നേവൽ ടാറ്റ. ആരാണ്? നോയൽ നേവൽ ടാറ്റയാണ് ടാറ്റ ട്രസ്റ്റ് ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. മെക്സിക്കോയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്ലോഡിയ ഷെയ്ൻബോം. ആരാണ്? ക്ലോഡിയ ഷെയ്ൻബോം ആണ് മെക്സിക്കോയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? മാർക്ക് റൂട്ടെ ആണ്. മാർക്ക് റൂട്ടെ ആരായിരുന്നു? മുൻ നെതർലാൻഡ്സ് പ്രധാനമന്ത്രിയായിരുന്നു മാർക്ക് റൂട്ടെ. ആരാണ്? മാർക്ക് റൂട്ടെ, നാറ്റോയുടെ സെക്രട്ടറി ജനറൽ. ആരാണ്? മാർക്ക് റൂട്ടെ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? ജിനു സക്കറിയ ഉമ്മനാണ് ചിത്രത്തിൽ കാണുന്നത് പോലെ. ജിനു സക്കറിയ ഉമ്മനെ എന്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു? സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട്. അപ്പോ ഇവിടെ 4 പേരുകൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ കുറെ പേരുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അതില് 3 പേര് കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു. 4 പേര് കൂടി പഠിച്ചു. എന്താണ്? നോയൽ നവൽ ടാറ്റ. ആരാണ്? ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ. രണ്ടാമത് ആരായിരുന്നു? അതായത് മെക്സിക്കോയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്ലോഡിയ ഷെയ്ൻബോം. അടുത്തത് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? മാർക്ക് റൂട്ടെ, നെതർലാൻഡ്സിന്റെ മുൻ പ്രധാനമന്ത്രിയായ മാർക്ക് റൂട്ടെ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാ? ജിനു സക്കറിയ ഉമ്മൻ. അടുത്ത കുറച്ച് വിയോഗങ്ങളാണ്. ആദ്യം ഗസ്റ്റാവോ ഗ്യൂട്ടറസ്. ആരാണ്? ഗസ്റ്റാവോ ഗ്യൂട്ടറസ്. ഇദ്ദേഹമാണ് ഗസ്റ്റാവോ ഗ്യൂട്ടറസ്. വിമോചന ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെറുവിലെ തത്വചിന്തകനാണ്. വിമോചന ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെറുവിലെ തത്വചിന്തകനാണ് ഗസ്റ്റാവോ ഗ്യൂട്ടറസ്. സദനം നെരിപ്പറ്റ നാരായണൻ നമ്പൂതിരി. അദ്ദേഹം ഈ 2024 ഒക്ടോബർ മാസത്തിൽ അന്തരിച്ചു. അദ്ദേഹം കഥകളി ആചാര്യനായിരുന്നു. ചോദിച്ചേക്കാം, ഈ സദനം നെരിപ്പറ്റ നാരായണൻ നമ്പൂതിരി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളി ആചാര്യനാണ്. നെയ്യാറ്റിൻകര കോമളം പ്രേം നസീറിന്റെ ആദ്യ സിനിമയിലെ നായികയായ നെയ്യാറ്റിൻകര കോമളം. പഠിച്ചു വെക്കുക, നെയ്യാറ്റിൻകര കോമളം സിനിമ രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാമ്പുഴ കുമാരനാണ് മലയാള സാഹിത്യ നിരൂപകനാണ് മാമ്പുഴ കുമാരൻ. അപ്പൊ 4 പേരുടെ വിയോഗം പഠിച്ചു. 1 ഗസ്റ്റാവോ ഗ്യൂട്ടറസ് പഠിച്ചു. 2 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തത്വചിന്തകനാണ്. രണ്ടാമത്തെ, സദനം നെരിപ്പറ്റ നാരായണൻ നമ്പൂതിരിയാണ്, കഥകളി ആചാര്യനാണ്. മൂന്നാമത് ആരാണ്? നെയ്യാറ്റിൻകര കോമളം സിനിമ രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാമ്പുഴ കുമാരൻ മലയാള സാഹിത്യ നിരൂപകനാണ്. അടുത്തതായി ബാലചന്ദ്രൻ വടക്കേടത്ത് മലയാള സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ വ്യക്തിയാണ്. അപ്പൊ ചോദിക്കാം, ബാലചന്ദ്രൻ വടക്കേടത്ത് 2024 ഒക്ടോബർ മാസത്തിൽ അന്തരിച്ച ബാലചന്ദ്രൻ വടക്കേടത്ത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയാണ്? സാഹിത്യം. മലയാള സാഹിത്യ വിമർശകനാണ്.
ലാൽ വർഗീസ് കൽപ്പകവാടി. ലാൽ വർഗീസ് കൽപ്പകവാടി ആരാണ്? കിസാൻ കോൺഗ്രസ് ദേശീയ വൈസ് പ്രസിഡന്റ് ആണ്. കിസാൻ കോൺഗ്രസിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ലാൽ വർഗീസ് കൽപ്പകവാടി. അതുപോലെ മോഹൻ രാജ്. മോഹൻ രാജ് ആരാണ്? നിങ്ങൾക്ക് അറിയാം അല്ലെ, ചിത്രത്തിൽ കാണുന്നത് പോലെ കിരീടം സിനിമയിലെ കിരിക്കടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ നടനാണ് ആരെ? മോഹൻ രാജ്. അപ്പൊ മോഹൻ രാജ് 2024 ഒക്ടോബർ മാസത്തിൽ അന്തരിച്ചു. അടുത്തതായി രത്തൻ നവൽ ടാറ്റ. രത്തൻ നവൽ ടാറ്റ. ജനനം 1937. രത്തൻ ടാറ്റ അന്തരിച്ചു, നിങ്ങൾക്കറിയാം അല്ലെ. രത്തൻ ടാറ്റ അന്തരിച്ചു 1937 ഡിസംബർ 28 മുംബൈയിൽ ജനിച്ചു. അദ്ദേഹം 2024 ഒക്ടോബർ മാസം 9 മുംബൈയിൽ വെച്ച് അന്തരിച്ചു. 1991 മുതൽ 2012 വരെ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ സ്ഥാനം വഹിച്ചു. ഓക്കെ, അപ്പൊ രത്തൻ ടാറ്റയാണ്. രത്തൻ ടാറ്റ 1937 ഡിസംബർ 28 മുംബൈയിൽ ജനിച്ചു. 2024 ഒക്ടോബർ മാസം 9 മുംബൈയിൽ തന്നെ അന്തരിക്കുന്നു. 91 മുതൽ 2012 വരെ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു. ടാറ്റോ നാനോ കാറിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. 2008 ടാറ്റോ നാനോ കാർ വരുന്നത്. ഇതിന്റെ ശില്പിയാണ് രത്തൻ ടാറ്റ, നിങ്ങൾക്കറിയാം അല്ലെ. അടുത്തതായി പ്രധാന പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്? പത്മവിഭൂഷൺ 2008 അദ്ദേഹത്തിന് ലഭിച്ചു. 2000 പത്മഭൂഷൺ കിട്ടി. പത്മവിഭൂഷൺ 2008 പത്മഭൂഷൺ 2000 ലഭിച്ചു. മെഡൽ ഓഫ് ദ ഓറിയന്റൽ റിപ്പബ്ലിക് ഓഫ് ഉറുഗ്വേയുടെ അവാർഡ് മെഡൽ ഓഫ് ദ ഓറിയന്റൽ റിപ്പബ്ലിക് ഓഫ് ഉറുഗ്വേ 2004 ലഭിക്കുന്നു. ഓണററി നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ GBE എന്ന് പറയും. ഓക്കെ, എന്താണ്? നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ 2014 ലഭിച്ചു. ഉദ്യോഗ രത്ന എന്ന മഹാരാഷ്ട്ര ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്ര സർക്കാരിന്റെ പുരസ്കാരം 2023 ലഭിച്ചു. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. രത്തൻ ടാറ്റയെ കുറിച്ച് ചോദിച്ചൊക്കെ ഈവൻ ഡേറ്റ് പോലും ഒക്ടോബർ 9 എന്നുള്ള ഡേറ്റ് അടക്കം പഠിച്ചു നോക്കിയ 2024 ഒക്ടോബർ 9. ജസ്റ്റിസ് KS പുട്ടസ്വാമി, നമുക്കറിയാം അല്ലെ. ജസ്റ്റിസ് KS പുട്ടസ്വാമി എന്ന് പറയുമ്പോൾ തന്നെ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളതാണ് ഓർമ്മ വരുന്നത് അല്ലെ. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചത് KS പുട്ടസ്വാമിയുടെ കേസിലാണ് അല്ലെ. 2024 ഒക്ടോബർ 28 അദ്ദേഹം എന്ത് ചെയ്യുന്നു? കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയായിരുന്നു. 2024 ഒക്ടോബർ മാസം 28 അന്തരിച്ചു. 2024 ഒക്ടോബർ 28 അന്തരിച്ചു. അദ്ദേഹം കർണാടക ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 കീഴിൽ സ്വകാര്യത മൗലിക അവകാശമായി നേടാനുള്ള പോരാട്ടം നടത്തിയ വ്യക്തിയാണ് KS പുട്ടസ്വാമി. TP മാധവൻ. TP മാധവൻ നിങ്ങൾക്കറിയാം, പ്രശസ്ത സിനിമ സീരിയൽ താരമാണ് TP മാധവൻ. നിങ്ങൾക്കറിയാം അല്ലെ. അദ്ദേഹം അന്തരിച്ചു. TP മാധവൻ. അന്റോണിയോ സ്കാർമെത്ത. അന്റോണിയോ സ്കാർമെത്ത അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ പേര് അറിയില്ല. അതിനേക്കാൾ നിങ്ങൾക്ക് അറിയുന്ന പേരാണ് പാബ്ലോ നെരുദ. അറിയാമല്ലോ, പാബ്ലോ നെരുദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സ്രഷ്ടാവാണ് അദ്ദേഹം. ആരാണ്? അന്റോണിയോ സ്കാർമെത്ത. അന്റോണിയോ സ്കാർമെത്ത അദ്ദേഹം 2024 ഒക്ടോബർ മാസം അന്തരിച്ചു. അടുത്തായി കായികത്തിൽ ഇനി അന്തരിച്ചല്ല, വിരമിക്കലാണ് കേട്ടോ. വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാക്കർ. ദീപ കർമാക്കർ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താ? 2016 ഒളിമ്പിക്സിനകത്ത് ആദ്യമായിട്ട് മത്സരിച്ച ഇന്ത്യൻ വനിത മത്സരിച്ച ജിംനാസ്റ്റിക് താരമാണ്. ജിംനാസ്റ്റിക്കിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത മത്സരിച്ചത് ആരാണെന്ന് ചോദിച്ചത് ദീപ കർമാക്കർ ആണ്. ദീപ കർമാക്കർ ആണ്. സമയത്ത് വളരെ സ്റ്റാർഡം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ദീപ കർമാക്കർ. ത്രിപുരക്കാരിയാണ്. ഓക്കെ, അദ്ദേഹം ദീപ കർമാക്കർ എന്ത് ചെയ്യുന്നു? വിരമിക്കൽ പ്രഖ്യാപിച്ചു. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചേക്കാം, ദീപ കർമാക്കർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജിംനാസ്റ്റിക് ആണ്. അടുത്തത് നമുക്കെല്ലാം അറിയുന്ന സഞ്ജു സാംസണിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരാണ്? സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ആണ്. നമുക്ക് കുറെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരെ അറിയാം അല്ലെ. മഹേന്ദ്ര സിംഗ് ധോണി ഉണ്ട്, ദിനേശ് കാർത്തിക് ഉണ്ട്, ഋഷഭ് പന്ത് ഉണ്ട്. അതെല്ലാം ഓപ്ഷനിൽ ഉണ്ടാവും. പഠിച്ചു നോക്കിയാൽ നമ്മുടെ സഞ്ജു സാംസൺ ആണ് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. ആരാണ്? സഞ്ജു സാംസൺ. 38ാമത് ദേശീയ ഗെയിംസ് 2025 വേദിയായി പ്രഖ്യാപിച്ചത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് 38ാമത് ദേശീയ ഗെയിംസ് 2025 വേദി. അതിന്റെ ഭാഗ്യചിഹ്നമാണ് മൗലി എന്ന ബേർഡ്. മൗലി ബേർഡ് കേട്ടോ. മൗലി ബേർഡ് ആണ് ഭാഗ്യചിഹ്നം. 2024 ലോകകപ്പ് അമ്പെയ്ത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ദീപിക കുമാരി. ദീപിക കുമാരി മുമ്പും ഒളിമ്പിക്സിലെല്ലാം മത്സരിച്ച സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ദീപിക കുമാരി. പഠിച്ചു നോക്കിയ 2024
ലോകകപ്പ് അമ്പെയ്ത്തിൽ 2024 ലോകകപ്പ് അമ്പെയ്ത്ത് മത്സരത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ദീപിക കുമാരി. ചിലപ്പോൾ ഈ ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക, ദീപിക കുമാരി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് ഇനമാണ് അത്? നമുക്ക് മനസ്സിലായി, അമ്പെയ്ത്താണ് അല്ലെ. അമ്പെയ്ത്ത് പഠിച്ചു വെക്കുക. ദീപിക കുമാരി 2024 ലോകകപ്പിൽ എന്ത് നേടി? വെള്ളി മെഡൽ നേടി കേട്ടോ. 68ാമത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2024 ജേതാക്കളാണ് പാലക്കാട്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2024 എത്രാമത്തെ? 68ാമതാണ്. അതിന്റെ ചാമ്പ്യന്മാരായത് പാലക്കാട് ജില്ലയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ഏത് ടീമിനെതിരെയായിരുന്നു? നമുക്കറിയാം, ബംഗ്ലാദേശിനെതിരെ അല്ലെ. 300 അടുത്ത റൺസ് അല്ലെ, 297 റൺസ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് 297 എന്നുള്ള റൺസ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് 297. അത് ബംഗ്ലാദേശ് ടീമിനെതിരെയാണ് 2024 ഒക്ടോബർ മാസം. 297 പഠിച്ചു നോക്കി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇതിഹാസ താരമാണ് ആൻഡ്രസ് ഇനിയസ്റ്റ. സ്പെയിൻ അല്ലെ, സ്പെയിനിന്റെ ഒരു കാലത്തെ വളരെ പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്ന ആൻഡ്രസ് ഇനിയസ്റ്റ എന്നിരുന്നു പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇതിഹാസ താരമാണ് ആൻഡ്രസ് ഇനിയസ്റ്റ. സ്പെയിനിന് ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിലെല്ലാം അദ്ദേഹം വളരെയധികം പ്രധാന പങ്കുവച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ, ആൻഡ്രസ് ഇനിയസ്റ്റ, സ്പെയിൻ. 2024 സാഫ് അണ്ടർ 17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. അണ്ടർ 17 സാഫ് 2024 ഫുട്ബോൾ ചാമ്പ്യൻസ് ആരാണ്? ഇന്ത്യ. ചോദിച്ചേക്കാം, സാഫ് എന്നുള്ളത് ഏത് മേഖലയിൽ നടക്കുന്ന മത്സരമാണ്? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് കായിക ഇനമാണ്? ഫുട്ബോൾ ആണ് അല്ലെ. സാഫ് അണ്ടർ 17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. വേദി എവിടെയായിരുന്നു? ഭൂട്ടാനിലായിരുന്നു. സാഫ് 2024 അണ്ടർ 17 ഫുട്ബോൾ മത്സരത്തിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഭൂട്ടാനിൽ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് നേടുന്ന 4ാമത്തെ ഇന്ത്യൻ താരമായി വന്നത് ആരാണ്? വിരാട് കോഹ്ലിയാണ് കേട്ടോ. വിരാട് കോഹ്ലി 2024 എന്ത് ചെയ്യുന്നു? അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം ODIയിലെല്ലാം പണ്ടേ 10000 റൺസിൽ മീതൊക്കെ നേടിയതാണ്. ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്ത് ചെയ്യുന്നു? 9000 റൺസ് എന്നുള്ള നേട്ടം കൈവരിച്ചു 2024 ഒക്ടോബർ മാസം. ഇതിനു മുമ്പ് 9000 റൺസ് തികച്ച താരങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും സുനിൽ ഗവാസ്കറും മാത്രമാണ്. ഇവർ മൂന്നുപേരും പിന്നീട് 10000 റൺസും കടന്നതാണ്. അപ്പോൾ വിരാട് കോഹ്ലിയാണ് ഈ അടുത്ത് 9000 റൺസ് എന്നുള്ള നേട്ടം ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയത്. 2024 ഒക്ടോബറിൽ നടന്ന അണ്ടർ 23 അണ്ടർ 23 കേട്ടോ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ചിരാഗ് ചിക്കാര. ചിരാഗ് ചിക്കാര, നല്ല പേര് അല്ലെ, ചിരാഗ് ചിക്കാര. 57 കിലോഗ്രാം വിഭാഗത്തിലെ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പില് അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പില് എന്ത് ചെയ്യുന്നു? സ്വർണ്ണ മെഡൽ, ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് ചിരാഗ് ചിക്കാര. ഇതും വേണമെങ്കിൽ PSC ചോദിച്ചേക്കാം. ചിരാഗ് ചിക്കാര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഗുസ്തി. അടുത്തത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം യെല്ലോ റേറ്റിംഗ് 2800 പോയിന്റ് മറികടന്ന ഇന്ത്യൻ ചെസ് താരമാണ് അർജുൻ എറിഗായ്സി. ആരാണ്? അർജുൻ എറിഗായ്സി, ഇദ്ദേഹമാണ് കേട്ടോ. അർജുൻ എറിഗായ്സി എന്ത് ചെയ്യുന്നു? യെല്ലോ റേറ്റിംഗിലെ ചെസ് പ്ലേയേഴ്സിന് കൊടുക്കുന്ന യെല്ലോ റേറ്റിംഗിലെ 2800 പോയിന്റ് മറികടന്നു. വിശ്വനാഥൻ ആനന്ദാണ് ഇതിനു മുമ്പ് 2800 പോയിന്റ് നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ. ഓക്കെ, അപ്പൊ അത്തരത്തില് വീണ്ടും വിശ്വനാഥൻ ആനന്ദിന് ശേഷം 2800 പോയിന്റ് മറികടന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അർജുൻ എറിഗായ്സി. ഓക്കെ, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? സ്മൃതി മന്ദാന. പഠിച്ചു വയ്ക്കുക. ഇപ്പുറത്ത് വിരാട് കോഹ്ലി അടിക്കുന്നു, അപ്പുറത്ത് സ്മൃതി മന്ദാന അടിക്കുന്നു അല്ലെ. അപ്പൊ സ്മൃതി മന്ദാനയെ പഠിച്ചു വയ്ക്കുക. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ വ്യക്തിയാണ്, വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന കേട്ടോ. സ്മൃതി മന്ദാന വനിതാ ക്രിക്കറ്റ് താരം എടുത്തു ചോദിക്കുമ്പോൾ ഏകദിന ക്രിക്കറ്റുകാരാണെങ്കിൽ അത് വിരാട് കോഹ്ലിയാണ് അല്ലെ. അടുത്തതായിട്ട് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ പിച്ചിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ ടീം.
അതും ഇന്ത്യയാണ് അല്ലെ. ന്യൂസിലാൻഡിനെതിരെ 46 റൺസിന് നമ്മൾ ഓൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അപ്പുറത്ത് 2020 ബംഗ്ലാദേശിനെതിരെ 297 റൺസ് 20 ഓവറിൽ അടിച്ച് നേടി നമ്മൾ റെക്കോർഡ് ഇട്ടപ്പോൾ ഇപ്പുറത്ത് ന്യൂസിലാൻഡിനെതിരെ എന്ത് ചെയ്യുന്നു, സ്വന്തം നാട്ടിൽ വെച്ച് ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കുറഞ്ഞ റൺസിലെ ഓൾ ഔട്ട് ആയി 46 റൺസിനാണ് കേട്ടോ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ മൂന്നാമത്തെ സ്കോറാണ് ഈ 46 എന്ന് പറയുന്നത്. 2024 ICC വനിതാ 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ന്യൂസിലാൻഡിനെ പഠിച്ചു വയ്ക്കുക. 2024 ICC വനിതാ 2020 ലോകകപ്പ് ജേതാക്കൾ ന്യൂസിലാൻഡ് ആണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോ റണ്ണേഴ്സ് അപ്പ് ആരാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയാണ്, ന്യൂസിലാൻഡ് ആണ് ജേതാക്കള്. ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അമേലിയ കെർ ആണ്. ന്യൂസിലാൻഡ് താരമായിട്ടുള്ള അമേലിയ കെർ ആണ് 2024 ICC വനിതാ 2020 ലോകകപ്പിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സോ അമേലിയ കെർ ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചാൽ ന്യൂസിലാൻഡ് ആണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആയിരുന്നു ഇതിലെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ. മറ്റൊരു പോയിന്റ്, ഈ വനിതാ T20 ലോകകപ്പ് ഉണ്ടല്ലോ, 2024 നടന്ന വനിതാ T20 ലോകകപ്പിനകത്ത് രണ്ട് മലയാളി വനിതകള് അതിലെ ഇന്ത്യൻ ടീമിന് വേണ്ടി മത്സരിച്ചിരുന്നു. ആരൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഒന്ന് സജന സജീവൻ, പഠിച്ചു വയ്ക്കുക, സജന സജീവൻ. രണ്ട് ആശ ശോഭന. രണ്ടുപേരെ പഠിച്ചു വയ്ക്കുക, സജന സജീവനും ആശ ശോഭനയും. ഈ രണ്ടുപേരും ഇന്ത്യൻ ടീമിൽ 2024 T20 ലോകകപ്പ് മത്സരങ്ങളിൽ കളിച്ച ഇന്ത്യൻ മലയാളി വനിതകള് സജന സജീവനും ആശ ശോഭനയും. അടുത്തതായി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും 13 ഇന്നിംഗ്സിൽ നിന്ന് 1000 റൺസ് തികച്ച് ബ്രാഡ്മാനോടൊപ്പം എത്തിയ ശ്രീലങ്കൻ താരം 13 ഇന്നിംഗ്സുകളിൽ നിന്നും ആദ്യത്തെ 1000 റൺസ് തികയ്ക്കുകയാണ്. ഏത് ക്രിക്കറ്റിലാ? ഇന്റർനാഷണൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ. അങ്ങനെ നേടിയ ശ്രീലങ്കൻ താരമാണ് കാമിന്ദു മെൻഡിസ്. ആ പേര് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ശ്രീലങ്കയാണെന്ന് മനസ്സിലാവും. അപ്പൊ കാമിന്ദു മെൻഡിസ് ആണ്, ശ്രീലങ്കൻ താരമാണ്. എന്തുണ്ടായി? ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ അല്ലെ, ലെജൻഡ് എന്നറിയപ്പെടുന്ന ഡോൺ ബ്രാഡ്മാൻ, ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ഡോൺ ബ്രാഡ്മാന്റെ ഒരു റെക്കോർഡ് മറികടക്കുകയാണ്. 1000 റൺസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടാൻ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ്, എത്ര ഇന്നിംഗ്സാ? വെറും 13 ഇന്നിംഗ്സിൽ നേടി. ആരെ വ്യക്തി? കാമിന്ദു മെൻഡിസ് ആണ്, ശ്രീലങ്കൻ താരം കാമിന്ദു മെൻഡിസ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഒക്ടോബർ മാസത്തിൽ പഠിക്കാനുള്ളത്. ഒരുപാട് പോയിന്റുകളുണ്ട്. ഇതെല്ലാം പേരുകളാണ്. ഇന്ന് പഠിച്ച ക്ലാസ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പേരുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഇത് മനസ്സിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്തേ പറ്റൂ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എല്ലാ പേരുകളും എന്താണ്, ഈ പേര് ആരായിട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത്തരത്തിൽ എല്ലാം പഠിച്ചു വയ്ക്കുക. കുറച്ച് വിയോഗങ്ങളുണ്ട്, കുറച്ച് അവാർഡുകൾ പഠിച്ചു, കുറച്ച് റെക്കോർഡുകൾ പഠിച്ചു അല്ലെ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ പേരുകളെ എന്തു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഉറപ്പായിട്ടും വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. സോ ഒക്ടോബർ മാസം 2024 ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.